അപ്പോൾ ഗ്യാസ് തീർന്നു പോയപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊരു തോന്നൽ. ചോറിനൊപ്പം വെണ്ടയ്ക്കപ്പുളിയുണ്ട്, അച്ചാറുണ്ട്. എന്നാലും എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് വെറൈറ്റി ആയിട്ട് വേണമെന്ന്, നമുക്കൊന്നും ഇല്ലാത്തപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുക അല്ലേ. അപ്പോൾ ഞാനതിൽ ചെയ്ത ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് കാണണോ? ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയതെന്ന്. അടുപ്പ് കത്തിച്ചില്ല, ഞാൻ വേഗം ഇൻഡക്ഷൻ കുക്കർ എടുത്തു കേട്ടോ. ഇൻഡക്ഷൻ കുക്കർ എടുത്തിട്ട് ഞാൻ ചെയ്തത് 3 ടൈൽസിൻ്റെ പീസ് എടുത്തു, അതിനടിയിൽ വെച്ചു. ഞാൻ മുന്നേ ചെയ്യാറുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അടുപ്പിൻ്റെ കല്ല് പോലെ ആ കുക്കറിൻ്റെ മുകളിൽ 3 സൈഡിൽ വെക്കണം. എൻ്റെ കയ്യിലപ്പോൾ 3 ടൈൽസ് കിട്ടിയില്ല, 2 കിട്ടിയുള്ളൂ. ഒരു കുഞ്ഞ് ഇരുമ്പിൻ്റെ പാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടുകൊക്കെ വറുക്കാൻ എടുക്കില്ലേ, ആ ഒരു പാന്. അത് ഇങ്ങനെ അടുപ്പിൻ്റെ കല്ല് വെക്കണ പോലെ ടൈല് വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ ഒരു പാൻ വെച്ചിട്ട് ഞാനതിൽ 2 മുളക് വറുക്കുക. മുളക് വറുക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എല്ലാ ഭാഗത്തും എല്ലാവരൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ചെറുപ്പം മുതൽ ചെയ്യുന്നൊരു കാര്യമാണ് മുളക് വറുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു ട്രിക്ക് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ, കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ എടുത്തുണ്ട്, അതിൻ്റെ മുകളിൽ അടിയിലായിട്ട് 2 ടൈൽസിൻ്റെ പീസ് വെച്ചിട്ട് 3 വെക്കുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായിട്ട് ഇരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ 2 വെച്ചിട്ട് നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ എങ്ങനെയാണോ പാത്രം വയ്ക്കുന്നത് അങ്ങനെ വെച്ച് ഉണ്ടോ വെച്ചപ്പോൾ ചൂടായി വന്നപ്പോൾ വെള്ളം അങ്ങനെ വെറ്റി പോകുന്ന കണ്ടില്ല. സാധാരണ നമുക്ക് സ്റ്റീൽ പാത്രം മാത്രമേ വെക്കാറുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റീൽ പാത്രം, ഇരുമ്പിൻ്റെ പാത്രം വെക്കാം. പക്ഷെ നമുക്കിങ്ങനെ വറക്കണമെങ്കിലൊക്കെ ഇത് അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നേരെ ഞാൻ സ്ലോവിലിട്ട് അതിൽ മുളക് വെച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി പതുക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് അത് പതഞ്ഞ് വരുന്നത്. 2 ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ, ഏത് ഓയിലാണെങ്കിലും 2 തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പതഞ്ഞ് വരും കേട്ടോ. ആ ഒരു പദം അതിൻ്റെയാണ്. അപ്പം അങ്ങനെ ഒക്കെ സെറ്റായിട്ടുണ്ട്, മുറുകി വരുന്നുണ്ട് കേട്ടോ. പതുക്കെ ആവുള്ളേ കണ്ടോ. അപ്പോൾ അത് മുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 3 ടൈലിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായി. 2 ടൈലിൻ്റെ പീസ് ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു ഇളക്കം ഉണ്ടായിരുന്നു, അത് മാറി. അപ്പോൾ ഇനി ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട്, അപ്പോൾ കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെണ്ടയ്ക്കപ്പുളിയുണ്ട്, അച്ചാറുണ്ട്, മുളക് വറുത്തത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യലോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, ബൈ ടാറ്റാ.